അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കലിന് കുറച്ച് ചക്കയാവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചക്കയായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വരിക്കച്ചക്കയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മധുരമാണ് ഇതിന്. നോമ്പ് തുറന്നിട്ടാണ് ഇതൊന്ന് കഴിച്ചു നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചക്കയൊന്ന് വെട്ടിപ്പൊളിച്ച് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് തുറക്കുമ്പോഴേക്കും കഴിക്കണമല്ലോ. എനിക്കിത് കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വരണ്ടോ? കൊതി വരണ്ടെങ്കിൽ ആരും കൊതി വയ്ക്കാൻ നിൽക്കരുതേ. ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ ആരോ കൊതി വെച്ചെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ കിടക്കണ വരെയും ബാത്റൂമിൽ തന്നെയായിരുന്നു എന്ന് പറയാം. ഈ ചക്ക കണ്ടിട്ട് ആരും കൊതി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ്. എനിക്ക് നോമ്പ് തുറന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനെടുത്ത് കഴിക്കാൻ പോവാണ്ട. ആദ്യം എനിക്കിത് കഴിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. എന്നാലും കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണെന്ന് പറയാം. പിന്നെ ഞാൻ കുറച്ച് ചക്ക ഒലുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് ഒലുത്തിയ ചക്കയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു രക്ഷയില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പഴവും ചക്കോലത്തും എൻ്റെ പൊന്നോ രക്ഷയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്, ചക്കപ്പഴവും ചക്കോലത്തും.